യേശു ഒരു സ്ത്രീയായിരുന്നു. എന്തൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നോ എന്തോ ഇവിടെ. ആരാടോ അവളുടെ അടുത്ത് ആക്രാന്തം കാട്ടണ്ട, വിളമ്പിത്തരാം. മാറ്റർ കിട്ടിയിട്ടില്ല സർ. കള്ളം. സത്യം പറ, കിട്ടിയില്ലേ? സത്യത്തിൽ എന്താ പ്രശ്നം? യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് 3 ശക്തമായ വാദങ്ങളുണ്ട്. എന്നോട് അശ്വതി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ തന്നെ ഊഹിച്ചെടുത്താണോ? യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു. അശ്വതി അവസാനം കണ്ടപ്പോ എന്നോട് പറഞ്ഞത് യേശു അയർലൻഡുകാരനായിരുന്നു എന്നതിനും എന്താടോ ഒരു സ്വകാര്യം പറച്ചിൽ? യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും ഈ ലേഖനം ഇറങ്ങിയ പിന്നെ വിശ്വം നിങ്ങളെ കാണാൻ വന്നിരുന്നോ, ഭീഷണിപ്പെടുത്തിയിരുന്നോ? അപ്പൊ ഇതിനൊരു വൈദികൻ ഇതിന് മറുപടി കൊടുത്തതിൽ പറഞ്ഞിരുന്നു, എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു. അദ്ദേഹം എവിടെയും കണ്ടിട്ടില്ല, ബൈബിളിൽ എവിടെയും. ഈ ലേഖനം അയാൾക്ക് കൊണ്ടെങ്കിൽ ന്യായമായും ആദ്യം അയാൾ നിങ്ങളെയല്ലേ കാണാൻ വരേണ്ടിയിരുന്നത്? ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരാൾക്കൂട്ടത്തെ അവനൂട്ടേണ്ടി വന്നു. സത്യം വല്ലതും മറച്ചു വെക്കാനാണ് ഭാവമെങ്കിൽ യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. തത്തുല്യവാദങ്ങൾ എവിടെ നിന്നു കിട്ടി ചാച്ചി? എന്താ അലക്ഷ്യ തന്റെ അഭിപ്രായം? ആ അവൻ അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടു. ആര് പറഞ്ഞു? പറയാൻ നമ്മുടെ മക്കൾ തെളിവുകളൊന്നുമില്ലല്ലോ. 3 നല്ല വാദങ്ങളുണ്ട്. ഉണ്ടെങ്കിൽ പറയടോ, വള്ളി പുള്ളി വിടാതെ കൃത്യമായിട്ട് പറയണം. അമ്മ കന്യകയാണെന്നവനും അവൻ ദൈവമാണെന്നമ്മയും വിശ്വസിച്ചു. മനുഷ്യന്റെ അവസ്ഥ. പക്ഷേ വീണ്ടും പക്ഷേ 2 ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ വീഞ്ഞു കുടിച്ചു. കുടിച്ച് നിങ്ങൾക്ക് വെളിവില്ലാത്തതുകൊണ്ട്. ആരെ കുറിച്ചാടി നിന്റെ അടുത്ത ലേഖനം? പക്ഷേ യേശു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? അവൻ ഒരു പുതിയ മതം തുടങ്ങിവച്ചു. നിരവധി ആളുകൾ വെറും കോമാളികളായി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പോയിക്കോ, വിളിക്കുമ്പോ വന്നോണം. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ.